നെല്ലിശ്ശേരിയിൽ സച്ചിയുടെയും സന്ദീപിന്റെയും മക്കളുടെ പേരിൽ അച്ഛൻ സ്വത്തുക്കൾ എഴുതി വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അതിനൊന്നും സമ്മതമല്ല എന്ന് പറഞ്ഞ് ആ പേപ്പേഴ്സ് എല്ലാം വലിച്ചു കീറി കളയുകയാണ് സ്നേഹ. ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശം എന്ന് സേതു ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഞാൻ അച്ഛന്റെ മകളാണ്, എനിക്കതിന് അവകാശമുണ്ടെന്ന്. അതിന് നിന്റെ ഷെയർ അല്ലല്ലോ അച്ഛൻ കൊടുക്കുന്നത് എന്ന് നന്ദൻ പറയുന്നു. അപ്പോൾ സേതു പറയുന്നു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, ആർക്കും ഷെയർ ചെയ്യുന്നില്ല. മറ്റുള്ളത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. അർച്ചനേട്ടത്തിയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്ന കാര്യമാണ് മനസ്സിലാകാത്തത്. അച്ഛനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് അർച്ചനേട്ടത്തിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് സ്നേഹ പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ സ്നേഹയോട് പറയുന്നുണ്ട്, ദേ അനാവശ്യം പറയരുതെന്ന്. സ്നേഹ പറഞ്ഞത് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നെല്ലിശ്ശേരി വീട് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ അർച്ചനയാണല്ലോ. അർച്ചന അറിയാതെ ഈ വീട്ടിൽ ഒരു ഈച്ച പോലും പറക്കില്ല. അർച്ചന നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയതെന്നും അവന്തിക പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ സേതു പറയുന്നു, മതി, ഇതിന്റെ പേരിൽ ആരും ഇനി ഇവിടെ കിടന്ന് വഴക്കുകൂടണ്ട. ഇത് എന്റെ മാത്രം തീരുമാനമാണ്. നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും. സ്നേഹ പറയുന്നു, ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ, വേണ്ടി വന്നാൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ പറയുന്നുണ്ട്, നിർത്തടി, പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടായി കയറിപ്പോകുന്നത്? ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഇനി പറഞ്ഞാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെയിടുമെന്നും പറയുന്നുണ്ട്. ഹോ, പെണ്ണുങ്ങൾ ശബ്ദം ഉയർത്തിയാൽ തല്ലി ഒതുക്കുന്നതാണല്ലോ ആണുങ്ങളുടെ ശീലമെന്ന് അവന്തിക പറയുന്നു. അത് എന്നോട് വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഈ അച്ഛന്റെ മകൾ തന്നെയാണ് ഞാനും. വാശി എനിക്കുമുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും സ്നേഹ പറയുന്നു. അതിപ്പോൾ ശിവരാമന്റെ കുഞ്ഞാണെന്നോ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നോ ആർക്കറിയാം? നിയമപരമായി ദത്തെടുക്കാത്ത കുഞ്ഞിന് സ്വത്തുക്കൾ കൈമാറേണ്ട യാതൊരു ആവശ്യമില്ല എന്നും അവന്തിക പറയുന്നു. കുറ്റം പറഞ്ഞതും പരിഹസിച്ചതും മതി. നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അർച്ചന ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചത് മുതൽ അത് നെല്ലിശ്ശേരിയിലെ കുഞ്ഞാണെന്നും ആ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്ക് ഒരു ഭയവുമില്ലെന്നും സേതു പറയുമ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട്, സാർ, ഈ ഡ്രാഫ്റ്റ് കീറിക്കളഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇതിന്റെ ഒറിജിനൽ ഓഫീസിൽ ഉണ്ട്. നാളെ തന്നെ രജിസ്ട്രേഷൻ നടന്നിരിക്കണം. ഞാൻ പറഞ്ഞത് ഒരു അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ലെന്നും തീരുമാനിച്ച പ്രോപ്പർട്ടിയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെച്ചിരിക്കണമെന്നും ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അതിന്റെ കസ്റ്റോഡിയൻസ് ആയിരിക്കുമെന്നും ബാക്കിയെല്ലാം നേരത്തെ തീരുമാനിച്ചതുപോലെ ഒന്നിനും ഒരു മാറ്റവുമില്ല എന്നും സേതു പറയുന്നു. അങ്ങനെ ഇപ്പോൾ വക്കീൽ പോകാൻ തുടങ്ങുമ്പോൾ സ്നേഹ വക്കീലിനോട് പറയുന്നുണ്ട്, വക്കീലെ, എന്തായാലും സ്വത്തുക്കൾ എഴുതാൻ പോവുകയല്ലേ, എന്നാൽ ഇതും കൂടെ കേട്ടിട്ട് പോയിക്കോളൂ. എന്തു വില കൊടുത്തും ഞാൻ ഈ രജിസ്ട്രേഷൻ തടഞ്ഞിരിക്കും എന്ന്. ഡി, എന്തു പറഞ്ഞടി നീ എന്ന് ചോദിച്ച് നന്ദൻ സ്നേഹയുടെ നേരെ തല്ലാൻ കൈ ഉയർത്തി. എന്നാൽ ഉയർത്തിയത് മാത്രമുള്ളൂ, അടിച്ചില്ല. സ്നേഹ പറയുന്നുണ്ട്, എന്താ തല്ലാത്തത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്റെ അഭിപ്രായം ഞാൻ എവിടെയും പറയും. സേതു ദേഷ്യത്തോടെ സ്നേഹയോട് പറയുന്നു, മതി, നിർത്ത് നിന്റെ അഹങ്കാരം. അച്ഛനോടും മാങ്ങളമാരോടും എന്തും പറയാമെന്നായോ നിനക്ക്? മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇത് കേട്ട് സ്നേഹ പറയുന്നു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിച്ചിരിക്കും. എന്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു. വക്കീലിനെ പറഞ്ഞു വിടുകയാണ് സേതുമാധവൻ. നന്ദൻ അവന്തികയോട് പറയുന്നു, അടി തരേണ്ടത് നിനക്കാണ്, അവളെ ഇത്രയും ഉപദേശിച്ച് വഷളാക്കിയതിന്. സ്നേഹ പറഞ്ഞതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരിക്കുകയാണ് അർച്ചന. കുഞ്ഞു തൊട്ടിലിൽ കിടക്കുന്നു. അർച്ചനയുടെ അരികിലേക്കാണ് സ്നേഹ വന്നത്. ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ നിങ്ങളെ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത് നിങ്ങളെ ഓർത്തല്ല, സച്ചിയേട്ടനെ ഓർത്ത് മാത്രമാണ് എന്ന് സ്നേഹ പറയുന്നു. സ്നേഹേ, നിന്നോട് ഒരു വഴക്കിന് തൽക്കാലം എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നീ പോ എന്ന് അർച്ചന. അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട. അച്ഛനെ സ്വാധീനിച്ച് എല്ലാം നേടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ ഈ തീരുമാനത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല എന്ന്. അച്ഛനെയോ അച്ഛന്റെ ഈ വീട്ടിലെ ഒരു സ്വത്തോ എനിക്കോ എന്റെ മകൾക്കോ വേണ്ട. അത് ചോദിച്ചിട്ടായാലും ഇഷ്ടദാനമായാലും എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് അർച്ചന പറയുന്നു. അത് എന്നോട് പറയുന്നതല്ലേ? അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്ന് പാവം നടിച്ച് എല്ലാം നേടിയെടുക്കുകയും ചെയ്യും. നിങ്ങൾ എവിടുന്ന് ഒരു കൊച്ചിനെ എടുത്ത് ഇവിടെ കയറി വന്നു. അത് ശിവരാമന്റെ ആയാലും ആരുടെ ആയാലും എനിക്കൊരു കുഴപ്പവുമില്ല. വളർത്തുന്നതും കളയുന്നതും നിങ്ങളുടെ താല്പര്യം. അതിനൊരു സ്വത്ത് തർക്കം ഉണ്ടാക്കാൻ ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്ക് കൂടി അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരിയോ ചില്ലി കാശോ ഞാൻ തരില്ല. എല്ലാം ഒറ്റയ്ക്കടിച്ചോണ്ട് പോകാനല്ലേ നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുവന്നത്? ആരുമില്ലാത്ത അനാഥയായ കൊച്ചിനെ അമ്മയായി കാണുന്ന അർച്ചന വാനോളം പുകഴ്ത്തുന്നവർ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം.
ഒരു കുഞ്ഞില്ല എങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഈ കൊച്ചിനെ വളർത്താമെന്നുള്ള ചിന്ത. അർച്ചന പറയുന്നു, സ്നേഹേ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒന്നിന്റെയും ആവശ്യമില്ല. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്റെ താല്പര്യത്തോടെ അല്ല. പിന്നെ എന്നു മുതലാണ് നിനക്ക് ഈ പൈസയുടെയും സ്വത്തിന്റെയും സ്നേഹം തുടങ്ങിയത്? ഇതൊക്കെ നീ ഇപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ധനുഷ് എന്ന് പറയുന്നവനോട് പറഞ്ഞേക്ക് അർച്ചനയ്ക്ക് ഒന്നും വേണ്ടെന്നും അവനിവിടെ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും. സ്നേഹ പറയുന്നു, അതെ, ധനുഷ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താണ് തെറ്റ്? നാളെ ഒരു സമയത്ത് ഞാൻ അവന്റേതായി കഴിയുമ്പോൾ അവനും കൂടി അനുഭവിക്കാനുള്ളതാണ് ഇതെല്ലാം. ഞങ്ങൾക്കും ഉണ്ടാകും കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്കും കൂടിയുള്ളതാണ് എവിടുന്നോ വന്ന ഈ കൊച്ച് അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ദണ്ണം ഉണ്ടാകും. മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനോട് പോയി പറഞ്ഞേക്കണം ഒന്നും വേണ്ട എന്നും ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ട എന്നും. സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മരുമക്കളോടായതുകൊണ്ട് തന്നെ മരുമക്കൾ പറയുന്നത് കേൾക്കുന്ന ഒരു അച്ഛനാണത്. അതല്ല ചുളിവിന് ഇതെല്ലാം അടിച്ചോണ്ട് പോകാനുള്ള പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ഓരോന്നും ചെയ്തു കളയും. പിന്നെ അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് സ്നേഹ പോകാൻ തുടങ്ങുമ്പോൾ സച്ചി മുന്നിൽ നിൽക്കുന്നു. സ്നേഹേ, നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ, പിന്നെ വീണ്ടും എന്തിനാണ് ഇതിനെ പറ്റിയൊരു സംസാരം എന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു, ഈ നിൽക്കുന്ന സച്ചിയേട്ടന്റെ ഭാര്യയും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. എന്റെ ഈ നിൽക്കുന്ന ഭാര്യ നിന്റെ ആരുമല്ലേ എന്ന് സച്ചി സ്നേഹയോട് ചോദിക്കുന്നു. മുറ പോലെ ഞാൻ ഏട്ടത്തി എന്ന് വിളിക്കണമെങ്കിൽ ഏട്ടത്തി ഏട്ടത്തിയായിട്ട് നിൽക്കണമെന്ന് സ്നേഹ പറയുന്നു. അവൾ ഏട്ടത്തിയായിട്ട് നിന്നിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ നിന്നെ തല്ലിയേനെ. നീ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കില്ലായിരുന്നു. എടി, എന്താടി നിന്റെ പ്രശ്നം? നീ എന്നോട് പറയേ. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതാണ് എന്റെ ഭാര്യ. അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം. അതിന് നീ അനുസരണ പഠിപ്പിക്കാൻ പോകണ്ട എന്ന് സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു, വല്ലയിടത്തും കിടക്കുന്നതിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുന്നതല്ല അതിന്റെ ശരി. അതിന്റെ പേരിൽ സ്വത്തുക്കൾ വേണമെന്ന് പറഞ്ഞ് അച്ഛന്റെ പുറകെ നടക്കുന്നതും ശരിയല്ല എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. സ്വത്തുക്കൾ കുഞ്ഞിന്റെ പേരിൽ എഴുതി തരണമെന്ന് അർച്ചന അച്ഛനോട് ആവശ്യപ്പെടുന്നത് നീ കേട്ടായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, എന്തിനാ കേൾക്കുന്നത്? അച്ഛന്റെ ആ തീരുമാനം ആര് പറഞ്ഞിട്ടാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നീ ഇപ്പോൾ ഊഹിക്കണ്ട. എന്റെ കുഞ്ഞിന് വേണ്ടത് സമ്പാദിക്കാൻ എനിക്കറിയാം. അച്ഛൻ ആഗ്രഹിച്ചാലോ ഞാനോ ഇവളോ എന്റെ കുഞ്ഞോ നിങ്ങളുടെ അവകാശം തട്ടിപ്പറിക്കാൻ വരത്തില്ല. അതുകൊണ്ട് ഈ പ്രശ്നം വഷളാക്കാതെ നീ പോ. ഇത്രയും നേരം ഞാൻ നിന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി എന്റെ മര്യാദ ഞാൻ മാറ്റും. നീ അർച്ചനയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സ്വത്തിന്റെയും കാശിന്റെയും പേരിൽ പരസ്പരം വഴക്കുകൂടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ്, ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് എന്ന് സച്ചി സ്നേഹയോട് പറയുന്നു. സ്നേഹേ, നീ ഇപ്പോ പോ. ഇതിനെപ്പറ്റി ഇനിയൊരു സംസാരം വേണ്ട. ചെല്ല് എന്ന് അർച്ചനയും സ്നേഹയോട് പറയുന്നു. ഇപ്പോൾ സ്നേഹ മുറിക്ക് പുറത്തേക്ക് പോകുന്നു. അർച്ചനയോട് സച്ചി പറയുന്നു, അവൾ പറഞ്ഞത് നീ കാര്യമാക്കേണ്ട. കാര്യമാക്കണം സച്ചിയേട്ടാ. അവൾ ഇന്ന് പറഞ്ഞത് നാളെ മറ്റുള്ളവരും പറയും. ഇപ്പോൾ സ്നേഹയെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നാളെ ഇത് എല്ലാവരോടും ആകുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ലാതാകും എന്ന് അർച്ചന പറയുന്നു. നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ, അച്ഛനായിട്ട് തീരുമാനിച്ചതല്ലേ എന്ന് സച്ചി. അച്ഛൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, അച്ഛനും വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം അച്ഛന്റെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന്. ഇപ്പോൾ തന്നെ ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീട് ഇതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. സച്ചിയേട്ടൻ കുഞ്ഞിനെ ഒന്ന് നോക്ക്. ഞാൻ അച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാം എന്ന് അർച്ചന പറയുന്നു. താൻ ഇതിപ്പോൾ ചെന്ന് അച്ഛനോട് പറഞ്ഞാൽ അത് അച്ഛന് വലിയ സങ്കടമാവുമെന്ന് സച്ചി. അച്ഛന്റെ സങ്കടത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത്, നമ്മുടെ മോളുടെ പ്രശ്നം കൂടിയാണ്. നമ്മൾ അവളെ ഇവിടെ വളർത്തുന്നതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. വളരുന്ന കുഞ്ഞിനും വളർത്തുന്ന നമ്മൾക്കും സ്വസ്ഥത വേണം. ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനോട് സംസാരിക്കട്ടെ. ഞാൻ കാര്യം പറഞ്ഞാൽ അച്ഛന് മനസ്സിലാകും. ഇതെല്ലാം പറഞ്ഞ് അർച്ചന താഴെ അച്ഛന്റെ അരികിലേക്ക് പോകുന്നു. സച്ചിയാണെങ്കിൽ ഇങ്ങനെ പലതും ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞിന്റെ അരികിലേക്ക് വന്ന സച്ചി കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ആ സങ്കടം മാറ്റി കുഞ്ഞിനോട് സന്തോഷത്തോടെ ചിരിച്ചു കളിപ്പിക്കുകയാണ്. ശേഷം സേതു വിഷമിച്ചിരിക്കുകയായിരുന്നു. സ്നേഹ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചാണ് സേതു വിഷമിച്ചിരിക്കുന്നത്. അർച്ചന സേതുവിന്റെ അടുത്തേക്ക് വന്നു പറയുന്നു, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. സച്ചിയേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ സേതു പറയുന്നു, ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നീ ഇപ്പോൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എന്റെ കാര്യം അറിയാലോ, എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് നിന്റെ ജീവൻ സുരക്ഷിതമാക്കണം. നീ എന്നും ഈ നെല്ലിശ്ശേരി വീട്ടിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്.
ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാകും അച്ഛാ. എന്റെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചാൽ അച്ഛൻ സ്വന്തം മക്കളെ ശത്രുക്കളാക്കരുത് എന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയാണ്. ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. അച്ഛൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പോൾ തന്നെ സ്നേഹ അച്ഛന്റെ ശത്രുവായി. നേരത്തെ അവൾക്ക് എന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ അവൾ എന്റെ കുഞ്ഞിനെയും കൂടുതൽ ദ്രോഹിക്കുമെന്ന് അർച്ചന പറയുന്നു. അപ്പോൾ സേതു പറയുന്നു, നിനക്ക് തെറ്റി. ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ നിയമപരമായി ആ കുഞ്ഞിന്റെ പേരിൽ ആവശ്യമുള്ള സ്വത്തുക്കൾ എഴുതി വെക്കണം. അതിന്റെ ജീവിതം സുരക്ഷിതമാക്കണം. അതിനുശേഷം മാത്രമേ ഈ കുഞ്ഞിന്റെ കൈമാറ്റം പോലും നടക്കത്തുള്ളൂ. പക്ഷെ നിനക്ക് അതൊന്നും വേണ്ടി വന്നില്ല. ദൈവം ഈ കുഞ്ഞിനെ നിന്റെ കൺമുന്നിൽ കൊണ്ട് തന്നു. നാളെ ഒന്നുമില്ലാത്തവളായി ആ കുഞ്ഞ് ഇവിടെ വളരാൻ പാടില്ല. ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് അവകാശി ആയെങ്കിൽ മാത്രമേ അഭിമാനത്തോടെ ആ കുഞ്ഞിന് ഇവിടെ കഴിയാൻ സാധിക്കുകയുള്ളൂ. അതിന് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് സേതു. അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ നാളെ നന്ദേട്ടനൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ടതല്ലേ ഈ സ്വത്തുക്കൾ? കൊള്ളാം. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളെ കുറിച്ച് നീ ഇങ്ങനെയാണോ വിചാരിച്ചത്? എല്ലാവർക്കും ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട് ഇവിടെ. നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളൊന്നും മുഴുവനും ഞാൻ ഈ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നില്ല. അതിന്റെ ചെറിയൊരു ഭാഗം, അത്രയേ ഉള്ളൂ. നാളെ നന്ദൻ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതിന് കൊടുക്കാനുള്ളത് പ്രത്യേകം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കണ്ട എന്നും സേതു പറയുന്നു. എന്നാലും സ്നേഹ അച്ഛന്റെ ശത്രുവായില്ലേ, അതും ഞാൻ കാരണം എന്ന് വിഷമത്തോടെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, മോൾ അതൊന്നും കാര്യമാക്കണ്ട. സ്വന്തം അച്ഛനെ ശത്രുവശത്ത് നിർത്തുന്നതൊന്നും ശരിയല്ല. അതൊക്കെ മാറും. പക്ഷെ നീ വളർത്തുന്ന കുഞ്ഞ് ഈ വീട്ടിൽ അഭിമാനത്തോടെ തന്നെ വളരണം. ആരും അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് അതെന്ന് ആ കുട്ടി അറിയാൻ പോലും പാടില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സ് അത് തകർക്കും. ആതിരയുടെയും നിന്റെയും കുഞ്ഞ് ഇവിടെ എല്ലാ സൗഭാഗ്യങ്ങളോടെയും സന്തോഷത്തോടെയും വളരണം. അതിനുവേണ്ടി അച്ഛൻ ഇത് ചെയ്തേ പറ്റൂ. എന്നെ തടയാൻ നോക്കരുത്. നീ ഈ കാര്യത്തിന് ഒരു അഭിപ്രായവും പറയണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണമെന്നും സേതു പറയുന്നു. അച്ഛനെ സ്വാധീനിച്ച് കുഞ്ഞുങ്ങളുടെ പേർക്ക് സ്വത്തുക്കൾ ഞാൻ എഴുതി മേടിച്ചു എന്ന പഴി എപ്പോഴും കേൾക്കേണ്ടി വരുമെന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അതൊന്നും ചെവി കൊടുക്കണ്ട. നിന്നാ പിന്നെ അതിനെ നേരം കാണും. മോള് സമാധാനത്തോടെ ചെന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് സേതു പറഞ്ഞു. അർച്ചന കിടക്കാനായി റൂമിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹ മുറിയിൽ ചെന്ന് വളരെ ദേഷ്യത്തിൽ ചെയറൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പിന്നെ ടേബിളിന്റെ മുകളിലിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിയുന്നു. അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നു, നീ ഇങ്ങനെ കിടന്ന് ഭ്രാന്ത് കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. എങ്ങനെയെങ്കിലും ഈ സ്വത്ത് കൈമാറ്റം തടയണം. അതിന് എന്താണ് വേണ്ടതെന്ന് നോക്ക്. ഈ രാജ്യത്ത് കോടതി നിയമം ഉണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? വേണ്ടി വന്നാൽ കോടതിയിൽ പോകണം. എന്താ നിനക്കതിനുള്ള ധൈര്യമില്ല എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല. ഏത് കോടതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സ്വത്തുക്കൾ അച്ഛന്റെ പേരിലല്ലേ? നിയമപരമായി അച്ഛൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ഒരു നല്ല വക്കീലിനെ കാണും. അത് തടയാനുള്ള കുറുക്കുവഴി വക്കീൽ പറഞ്ഞു തരും. കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുകയും ചെയ്യുമെന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുന്നു, അങ്ങനെ സ്റ്റേ കിട്ടാൻ എന്താണ് ഉറപ്പ്? അതിന് പറ്റിയ ആൾ എന്റെ കയ്യിലുണ്ടെന്ന് അവന്തിക പറയുന്നു. അഡ്വക്കേറ്റ് വെങ്കടേഷ്. ആളൊരു പുലിയാണ്. നിയമത്തിന്റെ വളവും തിരിവും കള്ളത്തരവും എല്ലാം എടുത്തിട്ട് അമ്മാനമാടുന്ന മിടുമിടുക്കൻ. നമുക്ക് പറ്റിയ കക്ഷിയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറയാം. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് അവന്തിക ചോദിക്കുന്നു. അർച്ചനേട്ടത്തിയുടെ തന്ത്രം പൊളിക്കാൻ ഞാൻ ഏത് പിശാചിനെ കാണാനും തയ്യാറാണെന്ന് സ്നേഹ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നു, പിശാചല്ല, അഡ്വക്കേറ്റ് വെങ്കടേഷ്. ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് അവന്തിക. അങ്ങനെ ഇപ്പോൾ അയാളെ വിളിക്കുകയാണ് അവന്തിക. എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം, പറ്റിയാൽ ഇന്നു തന്നെ എന്ന് അവന്തിക പറയുന്നു. സ്നേഹയോട് അവന്തിക പറയുന്നുണ്ട്, റെഡി ആയിക്കോളൂ, വക്കീൽ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് പ്രതീക്ഷയോടെ നിൽക്കും